ആ നരാധമനെ നാട്ടുകാർ പഞ്ഞിക്കിട്ടു. കേരളത്തെ നടുക്കിയ കൊലപാതകമാണ് തിരുവനന്തപുരം നെടുമങ്ങാട്ടുള്ള 1.5 വയസ്സുകാരൻ്റേത്. ഇന്ന് 1.5 വയസ്സുകാരൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ നടുക്കുന്ന വിവരമാണ് അതിലുള്ളത്. 51 മുറിവുകളാണ് 1.5 വയസ്സുള്ള ആ പിഞ്ചു ശരീരത്തിൽ ഉള്ളത്. അമ്മയുടെ പങ്കാളിയായിട്ടുള്ള അഷ്കർ എന്ന് പറയുന്ന ആളാണ് ഈ കുഞ്ഞിനെ ഇത്ര ദാരുണമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയത്. ആ 1.5 വയസ്സിനിടയിൽ ആ കുഞ്ഞ് അനുഭവിച്ച നരകയാതന എന്താണെന്ന് ഓർക്കുമ്പോൾ കണ്ണ് കലങ്ങുന്ന വിധത്തിലുള്ളതാണ്. കാരണം ആ കുഞ്ഞിനെ ഏതാനും ദിവസം മുൻപ് ഈ അഷ്കർ എന്ന് പറയുന്ന നരാധമൻ 2 കൈകളും തല്ലിയൊടിച്ചു. കുഞ്ഞിൻ്റെ കൈകൾ പ്ലാസ്റ്റർ ഇട്ട നിലയിലായിരുന്നു. ഇന്നലെ കുഞ്ഞിനെ കരഞ്ഞപ്പോൾ ഈ അഷ്കർ എന്ന് പറയുന്ന നരാധമൻ ആ കുഞ്ഞിൻ്റെ തല ഭിത്തിയിൽ ഇടിക്കുകയായിരുന്നു. ആ ഇടിയുടെ ആഘാതത്തിലുണ്ടായ രക്തസ്രാവമാണ്, ആന്തരിക രക്തസ്രാവമാണ് ഉടനടിയുള്ള മരണത്തിന് കാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. ആ പിഞ്ച് ശരീരത്തിൽ 51 മുറിവുകളാണ് ഉള്ളത്. സിഗരറ്റ് വെച്ച് പൊള്ളിച്ച പാടുണ്ട്, സിഗരറ്റ് ലൈറ്റർ ഉപയോഗിച്ച് പൊള്ളിച്ച പാടുണ്ട്. അത്തരത്തിൽ നിരവധി പാടുകൾ, 51 പാടുകളാണ് ആ കുഞ്ഞ് ശരീരത്തിൽ കണ്ടെത്താനായത്. ഈ നരാധമനെ ഇന്ന് തെളിവെടുപ്പിന് കൊണ്ടുവന്നപ്പോൾ നാട്ടുകാർ പോലീസിന്റെ ഇടയിൽ കൂടി കൈയിട്ടെങ്കിലും ഈ നരാധമനെ പഞ്ഞിക്കിട്ടു എന്നുള്ളതാണ് നമ്മൾ കേരളീയരെ സംബന്ധിച്ചുള്ള ആഹ്ലാദകരമായ വാർത്ത. അത്രയ്ക്ക് ക്രൂരതയാണ് ഈ അഷ്കർ എന്ന് പറയുന്ന ഈ നരാധമൻ ഈ 1.5 വയസ്സുള്ള ആ പിഞ്ചു ശരീരത്തോട് ചെയ്തത്. എന്തായിരുന്നു ഇവരുടെ പശ്ചാത്തലമെന്ന് നമുക്ക് പരിശോധിക്കാം. അഖില എന്നാണ് ഈ കുഞ്ഞിന്റെ അമ്മയുടെ പേര്. ഈ കുഞ്ഞിനെ 3 മാസം ഗർഭിണിയായപ്പോൾ അഖിലയുടെ ഭർത്താവായിട്ടുള്ള അഖിൽ ആത്മഹത്യ ചെയ്തു. അതിനെ തുടർന്ന് ഡ്രൈവറായിട്ടുള്ള അഷ്കറിനൊപ്പമായിരുന്നു അമ്മയുടെ താമസം. കുഞ്ഞുണ്ടായി ആ ജനനം മുതൽ 1.5 വർഷം ആ കുഞ്ഞിനെ നിരന്തരമായി ഈ നരാധമനായിട്ടുള്ള അഷ്കർ പീഡിപ്പിക്കുകയായിരുന്നു. അതിനിടെ ഈ പീഡന വിവരം അറിഞ്ഞ് ആ കുഞ്ഞിനെ എത്രയും വേഗം തങ്ങളുടേതാക്കി മാറ്റാൻ അഖിലിന്റെ മാതാപിതാക്കൾ നിരവധി തവണ ഇടപെടലുകൾ നടത്തുകയുണ്ടായെങ്കിലും അഖില വിട്ടുകൊടുത്തില്ല. കുഞ്ഞിനെ ഒരു കാരണവശാലും അച്ഛൻ്റെ, അതായത് ആത്മഹത്യ ചെയ്ത അഖിലിന്റെ കുടുംബത്തിന് വിട്ടു നൽകില്ല എന്നുള്ള ഒരു ഉറച്ച നിലപാടിലായിരുന്നു ഈ നരാധമന് കൂട്ടുനിന്ന നരാധമയായിട്ടുള്ള ആ അമ്മ. ഒരുപക്ഷെ അഖിലിന്റെ വീട്ടുകാർക്ക് ഈ കുഞ്ഞിനെ വിട്ടു നൽകിയിരുന്നെങ്കിൽ ഒരു കാരണവശാലും ഈ കുഞ്ഞിന് ഒരു പോറല് പോലും ഏൽക്കുകയുണ്ടായിരുന്നില്ല. മാത്രമല്ല, ഇവിടെ എടുത്തു പറയത്തക്ക ഒരു കാര്യം, ഈ കുഞ്ഞിനെ ഈ സ്ത്രീ, അതായത് ഈ കുഞ്ഞിനെ പ്രസവിച്ച നരാധമയായിട്ടുള്ള ഈ സ്ത്രീ അമ്മത്തൊട്ടിലിൽ ഉപേക്ഷിക്കാനുള്ള ഒരു ശ്രമം കൂടി ഇടയ്ക്ക് നടന്നിട്ടുണ്ട്. അതായത് ആ കുഞ്ഞിനെ ഒരു കാരണവശാലും അഖിലിന്റെ വീട്ടുകാർക്ക് നൽകില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് അഖില എന്ന് പറയുന്ന അമ്മ എന്ന് വിളിക്കാൻ നമുക്ക് അറപ്പ് തോന്നുന്ന തരത്തിലുള്ള ഈ സ്ത്രീ ആ കുഞ്ഞിനെ അമ്മത്തൊട്ടിൽ ഉപേക്ഷിക്കാൻ ശ്രമിച്ചു. അതിനിടയിലാണ് ഇത്തരം ഒരു മാരകമായിട്ടുള്ള അക്രമം നടന്നിട്ടും ഈ അമ്മ നോക്കി നിന്നത്. ആ കുഞ്ഞിന്റെ 2 കൈ ഈ അഷ്കർ അടിച്ചൊടിച്ചു. ആ പ്ലാസ്റ്റർ ഊരിക്കളഞ്ഞുകൊണ്ടാണ് ഇന്ന് അഷ്കർ ഈ കുഞ്ഞിനെയും കൊണ്ട് ആശുപത്രിയിൽ എത്തിച്ചത്. ആശുപത്രിയിൽ എത്തുന്നതിന് മുൻപ് തന്നെ ഈ കുഞ്ഞ് മരിച്ചിരുന്നു. കൈ തല്ലിയൊടിച്ച ശേഷം എടുത്തിട്ടുള്ള കുഞ്ഞിന്റെ എക്സ്റേ, അതേപോലെ തന്നെ കുഞ്ഞിനെ ഇന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിന് മുൻപായിട്ട് ഊരി ഉപേക്ഷിച്ച ഈ കയ്യിൽ ഇട്ടിരുന്ന പ്ലാസ്റ്റർ, ഇതെല്ലാം തന്നെ തെളിവായിട്ട് പോലീസ് എടുത്തിട്ടുണ്ട്. അവിടെല്ലാം തെളിവെടുപ്പിന് ഈ അഷ്കറെ കൊണ്ടുവന്നപ്പോൾ അക്രമാസക്തമായിട്ടുള്ള ധാർമ്മിക രോഷം കൊണ്ട് തിളച്ചു മറിഞ്ഞ നാട്ടുകാരെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്.
മാരകമായിട്ടുള്ള അതിക്രമം. ഈ കുഞ്ഞെന്താണ് പിടിച്ചത്? 1.5 വയസ്സുകാരൻ അനുഭവിച്ചത് എന്തെല്ലാം ദുരിതങ്ങളാണ് ആ കുഞ്ഞ് അനുഭവിച്ചത്. ഇവൻ സിഗരറ്റ് ലാമ്പ് കൊണ്ട് ഈ കുഞ്ഞിന്റെ ജനനേന്ദ്രിയത്തിലടക്കം പൊള്ളിച്ചിട്ടുണ്ട്. ജനനേന്ദ്രിയത്തിലടക്കം മാരകമായ പൊള്ളലുണ്ട്. കാൽ വെള്ളയിലടക്കം അടിച്ചതിന്റെ പാടുണ്ട്. അങ്ങനെ 51 മുറിവുകൾ ഒരു 1.5 വയസ്സുകാരന്റെ ശരീരത്തിൽ ഉണ്ടാക്കി. 2 കൈയും അടിച്ചൊടിച്ചു. അത്തരം ഒരു നരാധമനെയാണ് ഇന്ന് പോലീസുകാർക്കിടയിലൂടെ കിട്ടിയ ഗ്യാപ്പിൽ കൂടി നാട്ടുകാർ കൈകാര്യം ചെയ്തത്. ഇവനെയൊന്നും ഇനി പുറം ലോകം കാണിക്കാത്ത വിധത്തിൽ ഈ അഷ്കറേയും അഖിലയെയും എന്നേക്കുമായി തടവിൽ തുറുങ്കിലടയ്ക്കുക എന്നത് മാത്രമാണ് ഇനിയുള്ള നമ്മൾ പൊതുസമൂഹത്തിന്റെ ലക്ഷ്യം. അതിനുവേണ്ടി ഏതറ്റം വരെയും പോകാൻ നമ്മൾ പൊതുസമൂഹം മുന്നിട്ടിറങ്ങേണ്ടതുണ്ട്. ഒപ്പം ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ജാഗ്രതയും നമ്മൾ പൊതുസമൂഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടിയിരിക്കുന്നു. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.